ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. സഹോദരങ്ങളുമായി രമ്യതപ്പെട്ട ഐക്യത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ട പ്രിയപ്പെട്ടവരെ, മാർച്ച് 14 വെള്ളിയാഴ്ച തിരുസഭ മാതാവ് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. പോയി സഹോദരനോട് രമ്യതപ്പെടുക എന്നതാണ് സുവിശേഷ ഭാഗത്തിന്റെ സംക്ഷിപ്ത രൂപം. എല്ലാവരുമായി ഐക്യപ്പെട്ട് രമ്യതപ്പെട്ട് ജീവിക്കുവാനാണ് ഓരോ ക്രിസ്തു ശിഷ്യനും വിളിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടെങ്കിൽ അത് എടുത്തു മാറ്റണം. എടുത്തു മാറ്റിയേ മതിയാകൂ. എങ്കിൽ മാത്രമേ നല്ലൊരു ക്രിസ്തു ശിഷ്യൻ എന്ന പേരിന് പോലും നമ്മൾ അർഹരാകൂ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 24 വരെയുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. യേശുവിന്റെ കാലത്ത് പ്രധാനമായിട്ടും ജെറുസലേം ദേവാലയത്തിലായിരുന്നു ബലിയർപ്പണം നടന്നിരുന്നത്. ഒത്തിരി ദൂരം താണ്ടി വേണം അവിടെ എത്താൻ. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ എത്തി വലിയ ക്യൂവിലൊക്കെ നിന്ന് ബലിയർപ്പിക്കാൻ ബലിപീഠത്തിന് മുമ്പിലെത്തുമ്പോഴാണ് ഓർക്കുന്നത്, എൻ്റെ സഹോദരന് എന്നോട് വിരോധമുണ്ടെന്ന്. എനിക്ക് അവനോടെന്നല്ല, അവന് എന്നോട് വിരോധമുണ്ടെന്ന്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പൊ ബലിയർപ്പിക്കാം, പിന്നെ പോയി രമ്യതപ്പെടാം എന്ന് വിചാരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, അത് പോരാ, നീ രമ്യതപ്പെട്ടേ മതിയാകൂ, എന്നിട്ട് ബലിയർപ്പിച്ചാൽ മതി. ഇതാണ് കർത്താവിന്റെ പഠനം. ഇതിങ്ങനെ തന്നെ പഠിക്കണം. ഇതിൽ ഒരു വെള്ളം ചേർക്കലും ഇല്ല. ഇപ്പൊ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കാൻ എത്തിയിരിക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് ആരുടെങ്കിലും വിരോധമുണ്ടോ, നമ്മളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിലോ പോയി രമ്യതപ്പെടണം, എന്നിട്ട് ബലിയർപ്പിച്ചാൽ മതി. എല്ലാവരുമായി അനുരഞ്ജനപ്പെട്ട് രമ്യതപ്പെട്ട് സ്നേഹത്തിൽ കഴിയുവാൻ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.